ഇന്ന് വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒരൊറ്റ കാര്യമാണ് അവർക്ക് സംസാരിക്കേണ്ടത്. ഏത് രാജ്യമാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. പല രാജ്യങ്ങൾക്കും പല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കൺട്രീസിനെ കുറിച്ച് കൂടുതൽ കേട്ട് കഴിയുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ജർമ്മനി എടുക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ് ജർമ്മനി. അവിടെ തന്നെ ഹെൽത്ത് കെയർ ആണെങ്കിലും ഹെൽത്ത് കെയറിൽ തന്നെ പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡ്, അതുകൂടാതെ എൻജിനീയറിംഗ്, IT ഒക്കെയും തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഡിമാൻഡുള്ള കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ജർമ്മനിയിൽ വരുമ്പോൾ. ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന കോഴ്സൊക്കെ ആണെങ്കിൽ ട്യൂഷൻ ഫീസ് ഇല്ല. അതിനോടൊപ്പമാണ് കുട്ടി അവിടെ പഠിക്കുമ്പോൾ തന്നെ സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഇതുകൂടാതെ ജർമ്മനിയിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരു ജോബ് കംപ്ലീറ്റ് അഷുറൻസ് ആണ് ഓസ്ബിൽഡിംഗ് ഒക്കെ വഴി കിട്ടുന്നത്. അതുകൂടാതെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടാനാണെങ്കിലും സ്പൗസിനെ കൂടെ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെയും ഒരു ബെസ്റ്റ് കൺട്രിയാണ് ജർമ്മനി. ഇങ്ങനെ ഈ ഒരു കൺട്രിയുടെയൊക്കെയും ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു മെഗാ അഡ്മിഷൻ ഡേ കൊല്ലത്ത് നടക്കുന്നുണ്ട് ഈ ജൂൺ 27 10 മണിക്ക്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ വന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ കൺട്രീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രിയ പോലെയുള്ള കൺട്രി ഏകദേശം ജർമ്മനിയുടെ സിമിലറാണ്. ജർമ്മനിയുടെ തൊട്ടടുത്തുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. അവിടെ വരുമ്പോഴേക്കും ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ്ലി അവിടെയും ഫ്രീ ആണ്. ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ജർമ്മനിയിൽ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് APS. ആ APS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓസ്ട്രിയയിൽ വരുന്നില്ല. ഇതുകൂടാതെ നമുക്ക് ജർമ്മനിയിൽ അവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ പ്രൂഫ് വിസയ്ക്ക് കാണിക്കണം. അങ്ങനെ ഒരു ആവശ്യം ഓസ്ട്രിയയിൽ ഈ കേസിൽ വരുന്നില്ല. ഇതുകൂടാതെ ഓസ്ട്രിയയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 12 മാസത്തെ സാലറി അല്ല, മറിച്ച് 14 മാസമാണ് അവർക്ക് അവിടെ സാലറി കിട്ടുന്നത്. ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജാണ് ഓസ്ട്രിയക്കുള്ളത്. ഓസ്ട്രിയയിൽ ഗ്രാജുവേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഗ്രാജുവേഷൻ പഠിക്കാനായിട്ട് പറ്റും. മറിച്ച് ജർമ്മനിയിലാണ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 13th ഇയർ, അതിനെ വിളിക്കുന്ന പേര് സ്റ്റുഡൻറ്റ് കൊലീഗ് എന്നാണ്. സ്റ്റുഡൻറ്റ് കൊലീഗ് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഗ്രാജുവേഷൻ, അതായത് ബാച്ചിലേഴ്സിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് ഓസ്ട്രിയയുടെ ഒരു അഡ്വാൻറ്റേജാണ്. ഓസ്ട്രിയയിൽ തന്നെ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റും. BSc നഴ്സിംഗ് വരുന്നത് 3 ഇയർ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ തന്നെ വിത്ത് സ്റ്റൈപ്പൻഡാണ് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇതുപോലെ തന്നെ വളരെ നല്ലൊരു കൺട്രിയാണ് മാൾട്ട. മാൾട്ട ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതും ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അവിടെയും നഴ്സിംഗ് വരുന്നത് 3 വർഷത്തെ കോഴ്സാണ്. പല സാഹചര്യങ്ങളിലും 2 വർഷത്തെ ഫീസ് മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് 3 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് മാൾട്ടയിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഓൾറെഡി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാം അതും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ സ്വിറ്റ്സർലാൻഡ് ഒരു വണ്ടർഫുൾ കൺട്രി. ഹോസ്പിറ്റാലിറ്റി, ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ, ഇങ്ങനെ ഒത്തിരി സെക്ടറിൽ തന്നെ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ചില കോഴ്സുകളാണെങ്കിൽ 6 മാസം പഠിത്തവും അതുകൂടാതെ 6 മാസം ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ് ജോലി കിട്ടാനാണ് ഡയറക്റ്റ്ലി കുട്ടികൾ യൂഷ്വലി പോകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും അവർക്കൊരു 6 മാസം മാത്രമാണ് അവിടെ പഠിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒത്തിരി കൺട്രീസിൻ്റെ ഒക്കെയും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മെഡ്സിറ്റി കൊല്ലത്തേക്ക് ജൂൺ 27 10 o'clock വന്നു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കൺട്രിയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡായിട്ട് ഇൻഡിവിജ്വൽ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാം. ഓരോ കുട്ടിയുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. സോ ചൂസിങ് ദ റൈറ്റ് കോഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ചൂസ് ദ റൈറ്റ് കോഴ്സ് വിത്ത് എ റൈറ്റ് ഡെസിഷൻ. So do come at MedCity Kollam. Thank you. MedCity International Academy. Trusted hands forever.